എന്നും അവൻ വരുമ്പോ ഒരു സന്തോഷമാ ഇവിടെ. ഒരു ബഹളമാ. പിന്നെ അവർക്ക് വെച്ചേക്കുന്ന പലഹാരങ്ങൾ മൊത്തവും അവനാ കൊടുക്കുന്നത്. എന്ന് കപ്പലണ്ടി ഇവിടെ കരുതണം അയാൾക്ക് കൊടുക്കാൻ. തീരുമ്പോഴേ നമ്മൾ സ്റ്റോക്ക് ചെയ്യുമല്ലേ? സ്റ്റോക്കാ. ബിസ്ക്കറ്റ് ഒക്കെ വലിയ പാക്കറ്റില്ല 15 10 ഒക്കെ മേടിച്ചോണ്ട് വന്ന് വെക്കുന്നേ. വരുമ്പോ ഓരോ പാക്കറ്റാ ദിവസം കൊടുക്കുന്നത്. എന്റെ പേര് മീര. സ്ഥലം മലമേലാണ്. ഡാലിയ ഭവനാണ് വീട്ടുപേര്. കൂടുതലും വരുന്നത് രാവിലെയും വൈകിട്ടുമാണ് വരുന്നത്. രാവിലെയാണ് ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് വീട്ടിൽ. പിന്നെ അടുക്കള ഭാഗത്താണ് ആദ്യം വന്ന് വല്ലതും ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് അവൻ കറങ്ങി ഫ്രണ്ടിൽ വരും, സിറ്റ് ഔട്ടിൽ വരും. സിറ്റ് ഔട്ടിൽ വന്ന് നമ്മളെ കണ്ടില്ലെങ്കിൽ ഇവിടെ വന്നൊരു വിളിക്കും. നമ്മൾ അവിടെ കതവ് തുറന്നിട്ട് ഇവിടെ അടച്ചേക്കുവാണെങ്കിൽ ഇവിടെ വന്ന് വിളിക്കും. നമ്മൾ തുറന്ന് കൊടുക്കുന്നത് വരെ ഇവിടെ നിൽക്കും. പിന്നെ നമ്മൾ ആരും കതവ് തുറന്നിട്ടേക്കുന്ന ഇവിടെ വന്നിട്ട് നമ്മൾ ആരെയും കണ്ടില്ലെങ്കിൽ അങ്ങ് ഇറയത്ത് കയറി അവിടെ വന്ന് വിളിക്കും. പിന്നെ കൂടുതലും ഈ പീല് കൂടുതലുള്ളതുകൊണ്ട് അധികം നിക്കത്തില്ല. ആരെങ്കിലും പിടിക്കാൻ ചെല്ലുമെന്നൊക്കെ പേടിച്ച് അങ്ങ് പുറത്തോട്ട് ഇറങ്ങും. നമ്മളെ വിളിച്ച് കണ്ടതിന് ശേഷം കണ്ട് എന്തെങ്കിലും ഒന്ന് കൊടുത്താലേ ഇവിടുന്ന് പോവുള്ളൂ. അത് അയാൾക്ക് ഒരു ശീലമായി. എത്ര മണിക്കാണ് എത്തുന്നത്? എന്നും വരാറുണ്ടോ? എങ്ങനെയൊക്കെയാണ്? 9 മണിയൊക്കെ രാവിലെ 9 മണിയാകുമ്പോ എന്നും വരും. കുറച്ചു നേരമൊക്കെ ഇവിടെ കിടന്ന് കറങ്ങി ഇവിടെ കയറി സിറ്റ് ഔട്ടിൽ കയറി ഇരുന്ന് ഒരു വിളിയൊക്കെ വിളിക്കും. നമ്മൾ ആരെയും കണ്ടില്ലെങ്കിൽ വിളിച്ച് നമ്മൾ ഇറങ്ങി വരുന്നവരെ കരയും. കരഞ്ഞ് തീറ്റി ഇട്ട് കൊടുത്താലേ പോവുള്ളൂ. തീറ്റി കഴിച്ചതിന് ശേഷം പോവല്ലേ? പോവില്ല. കുറച്ചു നേരമൊക്കെ മുറ്റത്തൊക്കെ നിന്ന് കളിച്ച് പിള്ളേരുമായിട്ടൊക്കെ കുറച്ചു നേരമൊക്കെ നിന്ന് എന്നും വരാറുണ്ട്. എന്നും ചിലപ്പം ഒത്തിരി എല്ലാരും കൂടെ ആയിരിക്കും വരുന്നത്. ഇങ്ങനെ ഡെയിലി വീട്ടിൽ വരുന്നത് കണ്ട് പ്രദേശവാസികളോ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറയാറുണ്ടായിരുന്നോ? സോഷ്യൽ മീഡിയയിൽ കൂടെ ഇതിങ്ങനെ പ്രചരിച്ചപ്പോ അതൊക്കെ വിഷയമാണെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ വീട്ടില് വയലിനെ വിളിച്ച് കേട്ടുന്നതൊക്കെ പ്രശ്നമാണെന്നൊക്കെ പറയാറുണ്ട്. അത് വരുന്ന ഒരു സന്തോഷമല്ലേ കുഞ്ഞുങ്ങൾക്ക്. നമ്മൾ അടച്ചിടുന്നില്ല? ഇല്ല, അടച്ചിടുന്നില്ല. അവര് വരുന്നു, വല്ലതും കൊടുക്കുന്നു, കഴിക്കുന്നു, കുറച്ചു നേരം കുഞ്ഞുങ്ങളുടെ ഇരിക്കുന്നു, പോവുകയാണ്. ആദ്യമൊക്കെ നമ്മളുമായിട്ട് ഇണങ്ങാറില്ലായിരുന്നു. ആദ്യമൊക്കെ നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ പേടിച്ച് ഓടും. ഓടി നമ്മൾ കുറച്ചു നേരമൊക്കെ തീറ്റയൊക്കെ ഇട്ട് കൊടുത്താൽ അടുത്ത് വരാറുള്ളു. പിന്നെ പേടിയാണ്, ഭയങ്കര പേടിയാണ്. ഇപ്പോഴും അങ്ങനെ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് വരാറില്ല. ഈ വീട്ടിലുള്ളവർ മാത്രം ഉണ്ടെങ്കിലേ അടുത്ത് വരാറുള്ളൂ. തീറ്റി കയ്യിൽ നിന്നൊക്കെ കൊത്തി കഴിക്കാറുള്ളു. ഇല്ലെങ്കിൽ ഓടിപ്പോവും. പരിചയമില്ലാത്തവരുണ്ടെങ്കിൽ ഓടിപ്പോവും. അത് പിന്നെ നമ്മൾ എന്തൊക്കെ തീറ്റയാണ് കൊടുക്കുന്നത്? കപ്പലണ്ടി, കടല, ഇഷ്ടം കൂടുതൽ. ബിസ്ക്കറ്റ്, ചോറും അങ്ങനെയൊന്നും കൊടുത്താൽ കഴിക്കത്തില്ല. അതൊന്നും കൈ വെച്ച് കൊടുത്താൽ കഴിക്കത്തില്ല. ഏറ്റവും കൂടുതൽ ഇഷ്ടം കപ്പലണ്ടിയാണ്. കപ്പലണ്ടി കൊടുത്താലേ പോവുള്ളൂ. നമ്മൾ കയ്യിൽ തന്നെ വെച്ച് കൊടുക്കുന്നല്ലേ? കയ്യിൽ വെച്ച് കൊടുക്കും. അതിനെ വാന്ന് വിളിക്കുമ്പോ അടുത്ത് വരുവാന്നല്ലേ? വാന്ന് പറഞ്ഞാൽ ഉടനെ അടുത്ത് വന്ന് കൊത്തി കയ്യിൽ നിന്ന് എടുത്ത് കഴിക്കും. പിന്നെ അടുത്ത് ആരെങ്കിലും പരിചയമില്ലാത്തവർ നിന്നാൽ പിന്നെ വരത്തില്ല. പിന്നെ എടുക്കത്തുമില്ല, കയ്യിൽ നിന്ന് എടുക്കത്തില്ല. നമ്മളെ ആദ്യം പ്രാവശ്യം കുത്തി എടുക്കുകയോ വല്ലതും ചെയ്തിട്ടുണ്ടോ? കുത്തുകയോ വല്ലതും ചെയ്തിട്ടുണ്ടായിരുന്നോ? കുത്തി ആദ്യത്തെ വട്ടം കൊടുത്തപ്പം കൊത്തിയായിരുന്നു. മക്കളെ അങ്ങനെ കൈ കൊടുത്താൽ കഴിക്കത്തില്ല. അങ്ങനെ എടുക്കത്തില്ല. അവര് പേടിപ്പിക്കുന്നോണ്ട് ഓടിപ്പോവും. നമ്മളത് കൊടുത്താ എടുത്ത് കഴിക്കും. വരാറുള്ളേ ഒരു ദിവസം 7 15 വരെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഡെയിലി വരുന്നത് ഒരാള് മാത്രം. അയാൾക്ക് പേര് വല്ലതും ഇട്ടിട്ടുണ്ടോ? മക്കള് ആദ്യം വിളിക്കും. അന്നേരം വരും. അന്നേരം ഓടി വരും. കൂടുതലും സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വന്നിരുന്നിട്ട് 4 സൈഡ് നോക്കും. ആരും ഇല്ലെങ്കിൽ വിളിക്കും, ഉറച്ച് വിളിക്കും. അപ്പോഴാണ് നമ്മൾ അറിയുന്ന അയാള് ഫ്രണ്ടിൽ വന്നത്. നമ്മൾ തീറ്റ എടുത്തുകൊണ്ട് വരും. ഒരു ദിവസം എത്ര മണിക്കൂർ ചെലവഴിക്കും ഇവിടെ മെയില്? 15 മിനിറ്റ് അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ കുറെ നേരം തീറ്റ ഇട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ചു നേരമൊക്കെ ഇരുന്ന് കഴിക്കും. പീലിയൊക്കെ വിടർത്തി കണ്ടിട്ടുണ്ടോ? ഇവിടെ അല്ല, അപ്പുറത്ത് വന്ന് കണ്ടിട്ടുണ്ട്. അത് എതിലെയാ വരുന്നത്? കൂടുതലും വരുന്നത് രാവിലെയും വൈകിട്ടുമാണ് വരുന്നത്. രാവിലെയാണ് ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് വീട്ടിൽ. പിന്നെ അടുക്കള ഭാഗത്താണ് ആദ്യം വന്ന് വല്ലതും ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് അവൻ കറങ്ങി ഫ്രണ്ടിൽ വരും, സിറ്റ് ഔട്ടിൽ വരും. സിറ്റ് ഔട്ടിൽ വന്ന് നമ്മളെ കണ്ടില്ലെങ്കിൽ ഇവിടെ വന്നൊരു വിളിക്കും. നമ്മൾ അവിടെ
കതവ് തുറന്നിട്ട് ഇവിടെ അടച്ചേക്കുവാണെങ്കിൽ ഇവിടെ വന്ന് വിളിക്കും. നമ്മൾ തുറന്ന് കൊടുക്കുന്നത് വരെ ഇവിടെ നിൽക്കും. എങ്ങനെയുണ്ട്, നമുക്കെന്ത് തോന്നും? ഒരു ദിവസം വന്നില്ലെങ്കിൽ വിഷമമാണ്. ആദ്യം വന്നില്ലല്ലോ എന്ന് ഇവര് പറയും. ഒരു ദിവസം വന്നില്ലെങ്കിൽ നമ്മൾ പറയും ഇവിടെ ഇരുന്നോണ്ട് കണ്ടില്ലല്ലോ. ആ. ഇവർക്കൊരു വിഷമമാണ്. കുട്ടികൾക്ക് വിഷമം. ഏതെങ്കിലും ദിവസം വരാതെ ഇരുന്നുണ്ടോ? ഇപ്പൊ 2-3 ദിവസം കൊണ്ട് വരുന്നില്ല. മഴയാണല്ലേ? ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നു. ആ. നമ്മളില്ലെങ്കിൽ കുറെ നേരം ഇരുന്നിട്ട് അപ്പുറത്ത് അപ്പച്ചിയുടെ വീടുണ്ട്, അവിടെ പോകും. ആ. അവിടുന്ന് എല്ലാം കൊടുക്കണ കഴിച്ചിട്ട് അങ്ങ് പോകും. കയ്യിലൊന്നും കൊത്താറില്ല. അത്ര ഇണക്കം ഉണ്ടെങ്കിൽ മാത്രമേ കയ്യിലൊക്കെ കുത്തി കഴിക്കൂ. ഇപ്പൊ മഴ കഴിയുമ്പോൾ വീണ്ടും വരുമെന്നാണ് പ്രതീക്ഷ. അതെ.